കാസർഗോഡ് കുമ്പളയിൽ അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചു. ആരിക്കാട് സ്വദേശി ഹരീഷാണ് മരിച്ചത്. ചികിത്സാ പിഴവുണ്ടായെന്നാരോപിച്ച് കുമ്പള സഹകരണ ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ ഓർത്തോ ഡോക്ടർക്ക് ഇവർ ഫോട്ടോ അയച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തോ ഡോക്ടർ രാവിലെ ഞങ്ങൾ വന്നിട്ട് ഞാൻ അതിന് വേണ്ട സംവിധാനം ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ആ ട്രീറ്റ്മെൻറ്റിൽ വന്ന് വീഴ്ചയായിട്ടുണ്ടാവും അത് കാണാൻ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. തൽക്കാലം ഇപ്പോൾ പെരിയാറത്തേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് ആ റിപ്പോർട്ടെല്ലാം നമ്മളെ കയ്യിൽ തരാമെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സമരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ റിപ്പോർട്ട് വന്ന പാടത്തിന് നിയമപരമായിട്ട് പോകും. എന്നുവെച്ചാൽ MD ആണ് വേണ്ടത്. MD ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഫോർ MBBS ആയിട്ടുള്ള ഡോക്ടറാണ്. കാഷ്വാലിറ്റി അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം. MDക്ക് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ട് കൂടിയില്ല. ജസ്റ്റ് ഒരു ഫോൺ കോളാണ് റിപ്പോർട്ട് കൊടുത്തത്. ഗുരുതരാവസ്ഥയിലാണ് ഹരീഷിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും സ്കാൻ ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല എന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സമീർ C. മുഹമ്മദ് ചേരുന്നു. സമീർ, ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. എന്തുറപ്പിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്? സമീർ. ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രി അധികൃതരുമായി ഏറെ നേരം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ചികിത്സാ രേഖകളെല്ലാം തന്നെ ഈ കുടുംബത്തിന് കൈമാറാമെന്നും ഏത് വിധത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ചുള്ള പരിശോധന, അത് സംബന്ധിച്ചുള്ള അന്വേഷണം ആശുപത്രി നടത്തും എന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരു നിഗമനമാണ് ഈ ചർച്ചയ്ക്കൊടുവിൽ ഉണ്ടായത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം അവരിപ്പോൾ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക്, പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം ഉടൻ തന്നെ മാറ്റുകയാണ്. അതിനുശേഷം അവിടെ വെച്ചുകൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. അതിനുശേഷം ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് അതിൽ വ്യക്തത വരും. ആ വ്യക്തത വരുന്ന മുറയ്ക്ക് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് കുടുംബവും നാട്ടുകാരും ഉള്ളത്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചർച്ചയ്ക്ക് ശേഷം ആശുപത്രി അധികൃതർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹരീഷ് വലിയ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തിയത്. മാത്രമല്ല ഹരീഷ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ വേളയിൽ CT സ്കാൻ എടുക്കുന്നതിനോ മറ്റൊന്നും തന്നെ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. കൈയും കാലും വിട്ട് ഇളക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ ഏറെ വൈകി. അത്തരം സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആശുപത്രി അധികൃതരുടെ വീഴ്ചയല്ല, അത് ഹരീഷിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ് എന്ന കാര്യമാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത് സമീർ C. മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.